ഈ സമയം അസുഖമെല്ലാം മാറി പാറു ഉറക്കം എഴുന്നേൽക്കുകയാണ്. ശങ്കർ മരുന്ന് കൊടുത്തതുകൊണ്ടാണ് അസുഖം പെട്ടെന്ന് മാറിയതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് പാറു എഴുന്നേൽക്കുന്നത്. ഈ സമയം മറുവശത്ത് പപ്പിയെ പോലീസുകാർ അടിക്കുകയാണ്. പാലസിൽ കയറി മോഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാണ് പപ്പിയെ പോലീസുകാർ അടിക്കുന്നത്. അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന പപ്പിയുടെ അമ്മ പോലീസുകാരോട് പപ്പിയെ വെറുതെ വിടാൻ പറഞ്ഞ് കരഞ്ഞു പറയുകയാണ്. അത് കേൾക്കുന്ന പോലീസ് പാലസിൽ നിന്ന് ആരെങ്കിലും വന്ന് കേസ് പിൻവലിച്ചാൽ മാത്രമേ പപ്പിയെ വെറുതെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ അവരെല്ലാവരും കൂടി അടിക്കുകയാണ്. അത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് പപ്പിയുടെ അമ്മ. ഈ സമയം പാറു ജോലി ചെയ്യുന്നത് കണ്ട് പാറുവിന്റെ അടുത്ത് പോകുന്ന ശങ്കർ പാറുവിനെ വഴക്ക് പറയുകയാണ്. പാറു അസുഖമെല്ലാം മാറി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ശങ്കർ. അപ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ചുമക്കുന്ന സൗണ്ട് കേട്ട് ശങ്കറും പാറു റൂമിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചുമക്കുകയാണ്. പനിയും ഉണ്ട്. ഇതെല്ലാം കാണുന്ന പാറു എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അത് കാണുന്ന ജ്യോതി പാറുവിനോട് നീ കാരണമാണ് എല്ലാവർക്കും അസുഖം വന്നതെന്നും റൂമിന്റെ അകത്ത് ഇരുന്നിരുന്നെങ്കിൽ ആർക്കും അസുഖം വരില്ലായിരുന്നു എന്നും ദേഷ്യത്തോടെ പറയുകയാണ്. അത് കേൾക്കുന്ന സൗദാമിനിയും പാറുവിനെ വഴക്ക് പറയുകയാണ്. പാറു പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ശങ്കർ പാറുവിനോട് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് സുഖമില്ലാതാവുകയാണ്. അത് കാണുന്ന ശങ്കർ ഫോണിൽ ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ പാറുവിനെ ഇതെല്ലാം രക്ഷസ് ചെയ്തതാണെന്നും രക്ഷസിന്റെ മായാജാലം മാറ്റാൻ വേപ്പിലേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കുന്ന പാറു ആ കാര്യം ശങ്കറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അത് തടയുന്ന ശങ്കർ പാറുവിനോട് ഇതുവരെ ഈ കുടുംബത്തിന് ചെയ്തു തന്നത് തന്നെ കൂടുതലാണ്, ഇനി ഒന്നും നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ശങ്കർ പാറുവിനെ അടുത്തുള്ള റൂമിനകത്താക്കി പൂട്ടിയിടുകയാണ്. ഈ സമയം ആരും കാണാതെ അവിടെ നിന്ന് പോകുന്ന രംഭ പുറത്തു പോയി ഡോക്ടറുടെ വേഷത്തിൽ അവിടേക്ക് വരികയാണ്. പാറു ഡോർ തട്ടി തുറന്നു വിടാൻ ശങ്കറിനോട് പറയുകയാണ്. തുടർന്ന് ഡോക്ടർ എല്ലാവരെയും പരിശോധിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ റൂം മുഴുവൻ നന്നായി തണുപ്പിക്കണമെന്ന് പറയുമ്പോൾ ശങ്കർ 3 കൂളർ കൊണ്ടുവയ്ക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന പാറുവിനെ എല്ലാവരെയും രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പാറു നാഗമായി മാറി വിൻഡോ വഴി പുറത്തു പോവുകയാണ്. അടുത്ത സീനിൽ പപ്പിയുടെ വീട്ടിന്റെ അടുത്തുള്ള വേപ്പ് മരത്തിന്റെ അടുത്താണ് പാറു വരുന്നത്. പാറു കുറച്ച് വേപ്പില മരത്തിൽ നിന്ന് ഒടിച്ചെടുക്കുകയാണ്. എന്നിട്ട് വേപ്പിലയുമായി പാറു പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പപ്പിയുടെ അമ്മ വരികയാണ്. പപ്പിയുടെ അമ്മ പാറുവിനോട് പപ്പി ജയിലിൽ നിന്ന് ഇറങ്ങാതെ പാറുവിനെ വിടില്ല എന്ന് പറഞ്ഞ് പാറു പോകാതെ പാറുവിന്റെ കൈ പിടിച്ച് നിർത്തുകയാണ്. പാറു പാലസിൽ പോകണമെന്നും അവിടെ എല്ലാവർക്കും സുഖമില്ലാതെ കിടക്കുകയാണെന്നും മരുന്ന് കൊടുത്തിട്ട് സത്യമായി തിരിച്ചു വരാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പപ്പിയുടെ അമ്മ പാറുവിനെ ആ മരത്തിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് നീ കാരണമാണ് പപ്പി ഇപ്പോൾ ജയിലിൽ കിടന്ന് പോലീസുകാരുടെ അടി കൊള്ളുന്നതെന്നും നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്നും പറഞ്ഞിട്ട് പപ്പിയുടെ അമ്മ അവിടെ നിന്നും പോവുകയാണ്. പാറു പോകാൻ കഴിയാത്തതുകൊണ്ട് ശിവഭഗവാനെ വിളിച്ച് കരയുകയാണ്. ഈ സമയം ഡോക്ടർ എല്ലാവർക്കും ട്രിപ്പ് കൊടുക്കുകയാണ്. മറുവശത്ത് പാറു തന്റെ സർവ്വശക്തിയും പ്രയോഗിച്ച് മരത്തെ മുഴുവനായി വേരോടെ പിഴുതെടുക്കുകയാണ്. കൈ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് പാറുവിനെ നാഗമാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് പതുക്കെ പതുക്കെ അവിടെ നിന്ന് പോവുകയാണ് പാറു. ശേഷം പാറുവിനെ കൊല്ലാൻ മണ്ണെണ്ണയുമായി അവിടെ വരുന്ന പപ്പിയുടെ അമ്മ വേപ്പ് വരെ അവിടെ കാണാത്തതുകൊണ്ട് ആ ഷോക്കിൽ അവരുടെ ബോധം പോവുകയാണ്. ഈ സമയം പാലസിൽ വരുന്ന പാറു തറയിൽ കിടക്കുന്ന ഒരു കുപ്പിച്ചില്ല് കാലുകൊണ്ട് എടുത്തിട്ട് പാറുവിനെ കെട്ടിയിരിക്കുന്ന കയർ മുറിക്കുകയാണ്. എന്നിട്ട് കുറച്ച് വേപ്പില അതിൽ നിന്ന് ഒടിച്ചെടുത്ത് ആരും കാണാതെ അകത്തേക്ക് പോവുകയാണ് പാറു. ഈ സമയം ശങ്കർ ഡോക്ടറോട് റൂമിന് പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. പാറു അകത്ത് കയറുമ്പോൾ മോഹിനി ഉൾപ്പെടെ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ തന്നെ പാറു വേപ്പിലയെ കൈകൊണ്ട് ഞരടി അതിന്റെ നീരെടുത്ത് എല്ലാവരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അവസാനം മോഹിനിയുടെ വായിൽ വേപ്പില നീര് ഒഴിക്കുമ്പോൾ പൊള്ളുന്നത് പോലെ തോന്നുന്ന മോഹിനി അലറി വിളിക്കുകയാണ്. മോഹിനിയുടെ വിളി കേട്ട് അവിടെ വരുന്ന ശങ്കർ മുത്തശ്ശിയുടെയും എല്ലാവരുടെയും വായിൽ പച്ചില നീര് ഇരിക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന ശങ്കർ പാറുവിനോട് ഇവിടെയുള്ളവരെ കൊല്ലാനാണോ നീ തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ഇവിടെ നടക്കുന്ന ചികിത്സ വെറുതെയാണെന്നും ട്രിപ്പിലൊന്നും മരുന്നില്ല എന്നും ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതാണെന്നും പാറു പറയുന്ന സമയം അത് കേൾക്കുന്ന ഡോക്ടർ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ്. ശേഷം രംഭയായി മാറുന്നു. തുടർന്ന് ശങ്കർ പാറുവിനോട് ആയുർവേദത്തിലും പച്ചിലയിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്ന സമയം എല്ലാവരും കണ്ണു തുറക്കുകയാണ്. മുത്തശ്ശി മാത്രം കണ്ണു തുറക്കാത്തത് കാണുന്ന പാറു മുത്തശ്ശിയെ തൊട്ട് വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും കണ്ണു തുറക്കുന്നു. പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് മോഹിനി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. പാറു എല്ലാവരോടും സോറി പറയുമ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശി പാറുവിനോട് അവരുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ച പാറുവിനോട് അവരാണ് താങ്ക്സ് പറയേണ്ടത് എന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പാറു. പാറുവിനെ ഇനിയെങ്കിലും ശങ്കർ വിശ്വസിക്കുമോ? മോഹിനിയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.